കോർപ്പറേഷനിൽ കോട്ടൂളിയിൽ താമസിക്കുന്ന ഷറാഫത്തും ആഷ്നയുമാണ് എന്നോടൊപ്പം ഉള്ളത്. അവരുടെ കുഞ്ഞും നമുക്കൊപ്പം കാണാം. ഇവിടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഷറാഫത്തിന് പറയും. എന്താണ് ഇപ്പോൾ കോർപ്പറേഷനാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് തരേണ്ടത്, അതിൻ്റെ കാരണമായിട്ട് ഇപ്പോൾ എന്താണ് പറയുന്നത്? അവർ പറയുന്നത് കുട്ടി ജനിച്ചതായിട്ട് അവരുടെ അടുത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഇതിലാണ് പറയുന്നത്. നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം പോസ്റ്റൽ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട് അവർ ഡെലിവറി എവിടെ നിന്നാണ് കഴിഞ്ഞത്? വീട്ടിൽ നിന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. ഹോസ്പിറ്റലിൽ ഡേറ്റ് ഒക്കെ തന്നിരുന്ന പക്ഷേ വീട്ടിൽ നിന്നായി പ്രസവം പെട്ടെന്ന്. അപ്പോൾ ആയത് അവരോട് പറയും ചെയ്തു, പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അവർക്ക് തെളിവാണ്, കുഞ്ഞനാണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടിരുന്നത്. നമുക്ക് 28-ാം തീയതി ഡേറ്റ് തന്നിരുന്നത്. അപ്പോൾ 28-ാം തീയതി ഡേറ്റ് തന്നിട്ട് നമ്മൾ ഓക്കെ, ഹായ് ഹലോ, മേരി പേര് യൂട്യൂബേഴ്സിയും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കോഴിക്കോട് കോട്ടൂളിയിലെ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നു. അത് വീട്ടിൽ വെച്ചാണ് ചെയ്യുന്നത്. അവർ അത്രയും കാലം ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലാണ്. പക്ഷേ ഡെലിവറി എന്ന് പറയുന്ന ആ ഒരു കാര്യം വീട്ടിൽ വെച്ച് നടത്തി. അത് കാരണം കുട്ടിക്ക് ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന പരാതിയുമായിട്ടാണ് അച്ഛനും അമ്മയും കൂടെ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ടിടുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോവാം. ഒരു പ്രസവത്തിന്റെ സമയത്ത് അമ്മേന്റെയും കുഞ്ഞിന്റെയും ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ആ ഒരു ഗതിയിൽ മാറ്റം വരാം. അമ്മയ്ക്കോ കുഞ്ഞിനോ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരാതിരിക്കാം. അതൊക്കെ നമ്മുടെ കയ്യിൽ, പുറമേന്ന് കാണുന്നത് നമ്മുടെ കയ്യിലല്ല. അപ്പം ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി നടത്താതെ വീട്ടിൽ ഡെലിവറി നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അമ്മയ്ക്കോ കുഞ്ഞിനോ വരികയാണെങ്കിൽ ഈ കുറ്റും പഴിയെല്ലാം ഏറ്റെടുക്കുക. ഇവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. ഇതൊരു പ്ലാൻഡ് ഡെലിവറി തന്നെയാണെന്നേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അത്രയും കാലം അവർ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്ത് എന്നിട്ട് ഡെലിവറി മാത്രം ഹോസ്പിറ്റലല്ല വീട്ടിൽ നടത്തി. ഇവരുടെ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ. എന്നാൽ പിന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും സ്കാനിങ്ങും ഒക്കെ എന്തിനെടുത്തു? പണ്ട് കാലത്തെ പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെ വൈറ്റാട്ടിങ് ഒക്കെ വെച്ചിട്ടാണ് ഡെലിവറി നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ സ്കാനിങ് ടാബ്ലറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഏകദേശ സമയത്ത് വേദന വരുമ്പോൾ പ്രസവിക്കും. അതാണ് പണ്ടത്തെ ആ ഒരു ഇതെന്നാൽ പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. പണ്ടൊന്നും ഡെലിവറി ഹോസ്പിറ്റലല്ലോ എന്ന് കരുതി വീട്ടിൽ നിന്ന് തന്നെയാണ് ഡെലിവറി എടുക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ്? ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു വ്യക്തിക്ക് ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. അത് വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ഡെത്ത് ഒരു നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്. അതിന് പിന്നെ എന്തിനാ സർട്ടിഫിക്കറ്റ്? അതെന്നാൽ പിന്നെ എവിടെന്നെങ്കിലും മരിച്ചോട്ടെ എന്ന് കരുതിയാൽ പോരെ. ഡെലിവറി എവിടെ നിന്നാണ് കഴിഞ്ഞത്? വീട്ടിൽ നിന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. ഹോസ്പിറ്റലിൽ ഡേറ്റ് ഒക്കെ തന്നിരുന്ന പക്ഷേ വീട്ടിൽ നിന്നായി പ്രസവം പെട്ടെന്ന്. അപ്പോൾ ആയത് അവരോട് പറയും ചെയ്തു, പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അവർക്ക് തെളിവാണ്, കുഞ്ഞനാണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടിരുന്നത്. നമുക്ക് 28-ാം തീയതി ഡേറ്റ് തന്നിരുന്നത്. അപ്പോൾ 28-ാം തീയതി ഡേറ്റ് തന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവരെന്തായാലും ചെയ്യും. അപ്പോൾ അതിന് എനിക്കും വെക്കുവാണെങ്കിൽ താല്പര്യമില്ല അതിന് മരുന്ന് വെച്ച് ചെയ്യാൻ. അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കുകയാണെങ്കിൽ ആ സമയം ആകുമ്പോൾ പോകാന്നുള്ള ഇതിലേ നിന്നത്. അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ ഒരു രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ പ്രസവിച്ച് പോയി. മരുന്ന് വെച്ച് പ്രസവിപ്പിക്കുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് 28-ാം തീയതി ഡേറ്റ്, അതായത് 28-ാം തീയതി അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി പ്രസവിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൽ മരുന്ന് വെച്ച് പ്രസവിക്കുക എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അവർ മരുന്ന് വെക്കുള്ളൂ. അല്ല അതിപ്പം ഹസ്ബൻഡിന് പറയാം മരുന്ന് വെക്കണ്ട, നോർമലായിട്ട് ഡെലിവറി ആവട്ടെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകാർ അത് അംഗീകരിക്കും. എൻ്റെ ഫ്രണ്ട് ഒരാളുണ്ട്, പുള്ളിക്കാരിക്ക് ഇതേമാതിരി മരുന്ന് വെക്കാം എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഒരു ഇഷ്യൂ ആക്കിയതിന് ശേഷം അത് ഹോസ്പിറ്റലിൽ നോർമൽ ഡെലിവറി വരെ അവർ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. അറ്റ്ലീസ്റ്റ് ആ പെയിനും കാര്യങ്ങളും വരുന്ന സമയത്തെങ്കിലും ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകാമായിരുന്നു. അതും അവർ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഡെലിവറിന്റെ സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുക, ഏതെങ്കിലും ഒരു ജീവന നഷ്ടം വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ ആര് സമാധാനം പറയും? അപ്പോൾ ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് ഡെലിവറി നടത്തണം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പഴഞ്ചൻ കൺസെപ്റ്റും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ മെഡിസിൻ്റെയും ഡോക്ടർമാരുടെയൊക്കെ ആവശ്യം ഉണ്ടോ? ഇവരെന്തൊക്കെയോ അക്കുപഞ്ചറും കാര്യങ്ങളൊക്കെ പഠിച്ച ടീംസാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്ന സമയത്ത് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റും. ഭൂരിഭാഗം ആൾക്കാരും ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പം കോഴിക്കോട് കോർപ്പറേഷന്റെ തലയിലാണ് പ്രശ്നം മുഴുവൻ. അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതാണ് വിഷയം. ഇവർ ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കാത്തതല്ല പ്രശ്നം. ഇവരിപ്പോൾ ഈ വന്ന് അടിക്കുന്ന ഡയലോഗ് ഒന്നും ആ ഒരു ഡെലിവറി സമയത്ത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവരടിക്കില്ല. ഇപ്പോഴും അപ്പോൾ ആരോഗ്യ വകുപ്പിനും ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥ ഒക്കെയാണ് പറയുക. അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ ഒരു രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ പ്രസവിച്ച് പോയപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. സ്വാഭാവികമായിട്ട് പ്രസവാനന്തരത്തിലൊരു ശുശ്രൂഷ ഉണ്ടല്ലോ, അവർക്ക് അതിൻ്റെ ഇത് കട്ട് ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യും സ്വന്തമായിട്ട്? നമ്മൾ ജസ്റ്റ് ഞാൻ അതിന് പ്രസവിച്ചതിന് ശേഷം ഞാൻ പുറത്ത് പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ്, കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കിയത്. പിന്നെ കുളിപ്പിക്കാൻ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ, ഉമ്മ കൊടുത്ത് കുളിപ്പിക്കുക കാര്യമൊക്കെ ചെയ്ത് അവരെന്നെ ചെയ്ത്. ഇതൊക്കെ അറിയായിരുന്നു ചെയ്യാൻ? കട്ട് ചെയ്യാനൊക്കെ ഒരു ജസ്റ്റ് പഠിക്കാമെന്നുള്ളത്.
ജസ്റ്റ് കട്ട് ചെയ്യണം എന്നുള്ളത് അറിയായിരുന്നു. കട്ട് ചെയ്തു. പിന്നെ കുളിപ്പിക്കാൻ ഉണ്ടായിരുന്നു അവർ ചെയ്തത്, കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊരു റിസ്ക് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും, വീട്ടിൽ നിന്നാണ് പ്രസവം, അതിലൊരു റിസ്ക് സ്വാഭാവികം. ഓക്കെ, അവർ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പൊക്കിൾ കൊടി അറുത്ത് മാറ്റിയിട്ടുള്ളത്. ഈ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം അമ്മയ്ക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഉണ്ട്, ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്, കുട്ടികൾക്കും അതേമാതിരി തന്നെ ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്, ആ ഒരു പൊക്കിൾ കൊടി വെക്കേണ്ട രീതിയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചിന് ജനനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കേണ്ട വാക്സിനേഷൻ ഉണ്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവർ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റിച്ച് ഉണ്ടാവും. ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ അതിന് സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ടാവും. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അവരിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം അവർക്ക് ഹോസ്പിറ്റലുകാരെ സമീപിക്കണം. ഗവൺമെൻറ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വേണം. എന്നാൽ പിന്നെ സർട്ടിഫിക്കറ്റും കൂടെ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കിക്കോളൂ. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു? ഒരിക്കലും ഇല്ല. റിസ്ക് ഉണ്ട്. നമ്മൾ രണ്ടോളം അക്യുപഞ്ചർ പഠിച്ച ആൾക്കാരാണ്. സോ ഇതിൻ്റെ വലിയ റിസ്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സോ ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് പാനിക് ആയിട്ടില്ല ഈ ടൈമിൽ നമ്മൾ. സോ കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിട്ട് പ്രസവിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലീഡിങ് ഉൾപ്പെടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ആശുപത്രിയെ സമീപിക്കുക എന്നുള്ളതല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത്? എനിക്കിപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ കുഞ്ഞ് പുറത്ത് ഇങ്ങനെ പകുതി വരുന്ന രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ആ ടൈമായ പോലും നമ്മൾ പാനിക് ആവുന്നില്ല. ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമുക്കത് ആ ഒരു കുട്ടി പുറത്ത് വന്നതോടെ എൻ്റെ ബ്ലീഡിങ് നിന്നു. ഓക്കെ, അവർ തന്നെ പറയുന്നവർക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, കുട്ടി പകുതി വന്ന് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും റിസ്ക്കും കാര്യങ്ങളും അവർ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വീട്ടിൽ വെച്ച് അപ്പോഴും ഡെലിവറി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒരു കൊച്ചിൻ്റെ അമ്മേൻ്റെ ജീവൻ വെച്ചിട്ടാണ് ഒരു ഹസ്ബൻഡ് റിസ്ക് എടുത്തിട്ടുള്ളത്, ഒരു അമ്മ എന്ന നിലയിൽ ആ കുട്ടിയും റിസ്ക് എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അതായത് ഈ ഒരു കുട്ടി പകുതി വന്ന് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു അമ്മ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു അമ്മയ്ക്ക് ഉണ്ടാവും. എൻ്റെ ഡെലിവറിന് സമയത്ത് ഒരു കൊച്ചിന് ഒരു കുഴപ്പം കൂടാതെ പുറത്ത് കിട്ടണം എന്നുള്ളത് ഏതൊരു അമ്മേനെയും പ്രാർത്ഥനയായിരിക്കും. പക്ഷെ അവർ കുട്ടീനെ വെച്ചിട്ടൊരു 50-50 ചാൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഇവർ ഇത്ര ധൈര്യത്തോടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ വാദമല്ലാണ്ട് സംസാരിക്കുന്നുണ്ട്. അതിനെ കുറേ ആൾക്കാർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തിനാണ് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും വീട്ടിൽ വെച്ച് തന്നെ ഡെലിവറി നടത്തിയാൽ പോരെ? പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ടത്തെ കാര്യം എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ വെച്ച് ഡെലിവറി എടുക്കുന്ന എത്രയോ കുട്ടികൾ മരണപ്പെടുന്നു, എത്രയോ അമ്മമാർ മരണപ്പെടുന്നു. കുട്ടികൾക്ക് ജനന സമയത്ത് ആ കുട്ടീൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ചതവ് ഒടിവുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ കുട്ടി അംഗവൈകല്യമുള്ളൊരു കുട്ടിയാവും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കാര്യവും സ്വന്തം അനിഷ്ടപ്രകാരം ചെയ്തു കഴിഞ്ഞ് ഈ ഭാവി തലമുറയ്ക്ക് മാതൃക കാണിക്കാനാണെങ്കിൽ എന്തിനാണ് ഗവൺമെൻറ് ഒരു സർട്ടിഫിക്കറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ? നമ്മുടെ ഈ ഒരു കേരളത്തിന് പുറമെ നോക്കുക, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ട് അല്ലെങ്കിൽ പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ എണ്ണം വളരെ കൂടുതലാണ്. അവരുടെ നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതായത് അവരൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് അധികം ഡെലിവറി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, കുറേ പേര് ജീവനോടെ കിട്ടുന്നുണ്ട്. എന്തിനാണ് ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നത്? ഇപ്പം എന്തായാലും കാര്യങ്ങൾ ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഗവൺമെൻറ് ഇപ്പോൾ ഈ ജനിച്ച കുട്ടിക്ക് ഇവരുടെ ഈ ഒരു വാശിയും വീട്ടിൽ വെച്ച് പ്രസവിക്കേണ്ട അതും ആവശ്യകതയും തനിഷ്ടപ്രകാരം കാര്യങ്ങളൊന്നും ആ ജനിച്ച കുട്ടിക്ക് അറിയില്ല. മുമ്പോട്ടൊരു ഭാവി അതിനുണ്ട്. അതുകൊണ്ട് അതിന് സർട്ടിഫിക്കറ്റ് മുമ്പോട്ട് ഏതൊരു സ്കൂളിലെ കാര്യമാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തൊരു പ്രോസസ്സ് ആവട്ടെ, ആ കുട്ടിക്ക് ഒരു ജനന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ലൈഫ് ലോങ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവരുടെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരു മണ്ടത്തരമായി വിചാരിച്ച് ആ കുട്ടിക്ക് കിട്ടേണ്ട അവകാശം, അതായത് വാക്സിനേഷൻ കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. ഒന്നും അറിയാത്ത കുട്ടീൻ്റെ ജീവിതം വെച്ചിട്ട് നമ്മളാരും കളിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത്.